പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെക്കാൾക്ക് നല്ല പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരാറുണ്ട് അല്ലേ? ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, വളഞ്ഞ് തിരിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കടന്നു വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ, കാഠിന്യമേറിയ ചില സാഹചര്യങ്ങൾ, ചില പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ചില ബന്ധങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ക്ഷീണം കൊണ്ടുവന്ന് നമ്മളെ തളർത്താറുണ്ട്. പിന്നെ ചില ക്ഷീണങ്ങൾ കഫീനോ എൻഡോർഫിൻസിനോ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് നമ്മുടെ പ്രാണനിൽ ചില ക്ഷീണങ്ങൾ വരും. നമ്മുടെ ആത്മാവിൽ ബലമുള്ളവരായിട്ട് തീരണം. നമ്മുടെ ആത്മാവ് പുതുക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തിനകത്ത് സംതൃപ്തിയും നിറവുമൊക്കെ ഉണ്ടാകണം. ഇന്ന് അല്പനേര ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 23 2-3 വാക്യങ്ങൾ. സാംസ് 23 വേഴ്സസ് 2 and 3. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ദൈവവുമായിട്ട് ചേർന്ന് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. അപ്പം നമുക്കറിയാം, ദൈവവുമായിട്ടുള്ള ആ ഒരു വലിയ റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിനെ ഒത്തിരി സ്ട്രെസ് ഫ്രീ ആക്കും. നമ്മൾ ദൈവത്തെയും ദൈവഹൃദയത്തെയും ആഴമായി മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ചില അറ്റാക്സ് നമ്മുടെ നേരെ അയക്കും. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മുടെ നടപ്പ് അല്പം ടെൻഷനിലായിത്തീരും. അവനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ നാം ആഗ്രഹിക്കും. അങ്ങനെയല്ലേ നിങ്ങൾക്ക്? നമുക്കറിയാം, ഏത് സമയം വേണമെങ്കിലും ഒരു പാട്ടുണ്ടല്ലോ, ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, അല്ലേ? ഏത് നേരത്തും പിശാചിടർച്ച ചെയ്യും, നമ്മെ ഡിസ്ട്രാക്റ്റഡ് ആക്കും, ദൈവഹൃദയത്തിൽ നമ്മളെ അകറ്റാൻ നോക്കും. പക്ഷേ അതിനനുവദിക്കാതെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പരീക്ഷകളും പരിശോധനകളും ശത്രുവിൻ്റെ അറ്റാക്സും വരുമ്പോൾ നാം തളരാറുണ്ട്. ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ, റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ, ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ക്ഷീണം വർദ്ധിക്കാനും ഇടയാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനും അങ്ങ് ക്ഷീണിക്കും. നമ്മളങ്ങ് ബോൺ ടയേർഡായിട്ട് തീരും. നമ്മുടെ ഹൃദയം വിങ്ങിക്കൊണ്ടുമിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് എന്നാന്ന് വെച്ചാൽ, എല്ലാ ക്ഷീണത്തിൻ്റെ മധ്യത്തിലും നാം കാണുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയവും നമ്മുടെ ഹൃദയ വിചാരവും നമ്മുടെ പ്രാണൻ്റെയൊക്കെ സ്ഥിതി എങ്ങനെയാണെന്ന് നമ്മുടെ കർത്താപ്പച്ചൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അവൻ കാണുന്നുണ്ട്. അവന് നമ്മുടെ വേദന അറിയാം, അവന് നമ്മുടെ ക്ഷീണമറിയാം, നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അവനറിയാം. നാം എവിടെയാണെങ്കിലും അവിടെ അവൻ തൻ്റെ കൃപയുമായി വന്ന് നമ്മെ സന്ധിക്കും. നമ്മൾ ഹൃദയം തകർന്നിരിക്കുവാണെങ്കിൽ, ആത്മാവിൽ നാം ക്രഷ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ ഓർക്കണമേ, നമ്മുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുവാനും നമ്മുടെ സമാധാനത്തെ റെസ്റ്റോർ ചെയ്ത് തരുവാനും കർത്താവ് ഒരുക്കമാണ്. നമ്മുടെ പെയിൻ വന്നാലും നമ്മുടെ വേദന വന്നാലും ഒന്നും ഗോഡ് ഈസ് നോട്ട് പുട്ട് ഓഫ്. അവൻ നമ്മിൽ നിന്ന് അകന്നു പോകത്തില്ല. നമ്മുടെ ക്ഷീണ സമയത്ത് നമ്മെ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല, ഇട്ടേച്ച് പോകത്തില്ല. പക്ഷേ അവൻ്റെ കരം നിവർത്തി പിടിച്ച് അവൻ നമ്മുടെ അടുക്കിലേക്ക് നമ്മെ സഹായിക്കാനായിട്ട് ഓടി വരും. നാം ഇരുട്ടിൻ്റെ അനുഭവത്തിലാണെങ്കിൽ അവിടെ അവൻ നമ്മോടുകൂടെ ഇരിക്കും. നമ്മുടെ പ്രാണനെ അവൻ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. പക്ഷേ ആ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. അവൻ നമ്മെ പിടിക്കും. അവൻ്റെ സമാധാനം അവൻ നമ്മിലേക്ക് ഒഴുകിത്തരും. പക്ഷേ നമുക്കെപ്പോഴും അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള ഒരു മനസ്സുണ്ടോ? അവൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? അവൻ തൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകട്ടെ.
അവൻ തൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുകട്ടെ. അവൻ്റെ ഗ്രേസ്, അവൻ്റെ കൃപ അവൻ നമ്മിലേക്ക് ഒഴുകട്ടെ. അങ്ങനെ നാം അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, നാം റെസ്റ്റ് ചെയ്യുമ്പോൾ, അവൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ തളർന്ന പ്രാണനെ റിന്യൂ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് അടുത്തു വരുന്ന വിഷയത്തെയും ഫേസ് ചെയ്യുവാൻ തക്കണം നമ്മെ ശക്തരാക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നമുക്കറിയാം, ദൈവം വസിക്കുന്നത് പർവ്വതത്തിലൊന്നുമല്ല. Then why look up there when you are in trouble? ഞാൻ പറയട്ടെ, ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് അവനൊരു രാജാവായിരുന്നപ്പോഴാണ്. പക്ഷേ അതിനു മുമ്പ് ഈ ദാവീദ് രാജാവ് അനേക സമയങ്ങളിൽ അവനെ ഉപദ്രവിക്കാൻ കൊല്ലാൻ തേടി നടന്ന ശൗൽ രാജാവിൽ നിന്ന് ഒളിച്ചു പാർത്തതൊക്കെ ഒത്തിരി മൗണ്ടൻസിനകത്താണ്. തൻ്റെ പ്രാണൻ തനിക്ക് തിരിച്ചു കിട്ടേണ്ടതിന്, സൂക്ഷിക്കേണ്ടതിന് പർവ്വതങ്ങളിലൊക്കെ ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ പർവ്വതങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിലെ ചില ഹാർഡസ്റ്റ്, മോസ്റ്റ് ചലഞ്ചിങ്, ഫിയർഫുൾ, എക്സോസ്റ്റിംഗ് ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ് ടൈംസിനെ വിളിച്ചു പറയുന്നത്. വലിയ പർവ്വതങ്ങളൊക്കെ അത് അവനോട് വിളിച്ചു പറയുമ്പോൾ, സോ വൈ വുഡ് ഡേവിഡ് ഫോക്കസ് ഓൺ ദം? ഞാൻ പറയട്ടെ എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, അവൻ ആ മൗണ്ടൻസിലായിരുന്നപ്പോഴാണ് ദാവീദിന് ശരിക്കും ദ വെരി ഹാർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുവാൻ പറ്റിയത്. തന്നെ സംരക്ഷിക്കുന്ന, തന്നെ വഴി നടത്തുന്ന, തനിക്ക് ഷെൽട്ടർ തരുന്ന, തന്നെ എൻകറേജ് ചെയ്ത് തരുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ എന്നെ തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തുമെന്നൊക്കെ ദാവീദ് രാജാവ് താൻ എഴുതിയ സങ്കീർത്തനങ്ങളിൽ പാടുവാൻ ഇടയായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് രാജാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്, പുറകോട്ട് തിരിഞ്ഞു നോക്കി നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിലെ ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഐ ആം വിയറി, അല്ലേ? അടുപ്പിച്ച് ദീർഘശ്വാസം വിടാറില്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണേ, നമുക്ക് ആശ്വസിപ്പാനൊരു മറുവിടമായി കർത്താവുണ്ട്. നമുക്കറിയാമായിരുന്നു ആ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടമല്ലേ? ഹല്ലേലൂയ. ഏകദേശം 2 വർഷത്തോളം ആ പാൻഡമിക് നിന്നു, അല്ലേ? ലോകം മുഴുവൻ ആശ്രയിപ്പാൻ ഒരിടവുമില്ലാതായി തീർന്നു, യേശുവിലല്ലാതെ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് വേണം, അന്ന് സഹായിച്ച ദൈവം നാളെയും നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ശക്തനാണെന്ന്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേക അവസരങ്ങളിൽ താൻ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം ഇടയായി തീരണം. ഹാർഡ് ടൈംസ് ക്യാൻ ബിക്കം യുവർ മൗണ്ടൻ. എ ടൈം യു ക്യാൻ ലുക്ക് ബാക്ക് ഓൺ ആൻഡ് ഡിസ്കവർ ഗോഡ്സ് പ്രസൻസ് ഷെൽട്ടറിങ് യു ത്രൂ ഇറ്റ് ഓൾ. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ ഒരു മല പോലെ നിനക്ക് തോന്നിയാലും അവിടെ നീ ദൈവ സാന്നിധ്യം അനുഭവിച്ച്, സൗഖ്യം അനുഭവിച്ച്, സംരക്ഷണം അനുഭവിച്ച് ജീവിപ്പാനിടയായത് ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ ഭാഗ്യമല്ലേ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഓരോ വിഷയങ്ങൾ, അത് ഫാമിലി വൈസ് ഉണ്ടാകുന്ന വിഷയങ്ങളാകാം, മിനിസ്ട്രി വൈസ് ഉണ്ടാകുന്ന വിഷയങ്ങളാകാം, അവിടെയൊക്കെയുള്ള ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ തളർത്തുന്നതായിട്ട് തീരാം. എന്നാൽ നമ്മുടെ ഫെയ്ത്ത് ജേണി നാം വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം ഓർത്തോണം, ഈ ലോകത്തിൽ തകർച്ചകൾ വരും, വെല്ലുവിളികൾ വരും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രോംപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നാം സ്റ്റെപ്പുകൾ വെക്കണം. കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മുടെ കാതുകളെ തുളച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെങ്കിൽ നാം തളർന്ന് നിലംപരിചാകാൻ അവൻ സമ്മതിക്കുന്നില്ല.
അവൻ കമ്പാഷനേറ്റാണ്, അവൻ ഗ്രേഷ്യസ് ആണ്. കോപത്തിൽ അവൻ താമസമാണ്. അവൻ കോപിക്കത്തില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അവൻ്റെ വിശ്വസ്തത നമ്മൾ മനസ്സിലാക്കേണ്ട അളവിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഞാൻ ക്ഷീണിച്ചു പോകാൻ എൻ്റെ ദൈവം എന്നെ സമ്മതിക്കത്തില്ല. ഇന്നത്തെ ലോകം ഒരു ഇൻസ്റ്റൻറ്റ് ലോകമാണ്, ഫാസ്റ്റ് പേസ്ഡ് ലോകമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മളൊക്കെ ക്ഷീണിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, അവനതിന് സമ്മതിക്കുന്നില്ല. നാം അവനിൽ ഉറച്ചു വെച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ആശ്രയം യേശുവിൽ വെച്ച് ദൈവത്തിൽ തന്നെ ശരണപ്പെട്ട് ഞങ്ങളുടെ നേരെ കടന്നു വരുന്ന സകല പോരുകളുടെയും മധ്യേ ജയമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഓട്ടം ഓടി തികയ്ക്കേണ്ടതുണ്ടല്ലോ കർത്താവേ. ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തക്കണം, ദൈവീയ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തക്കണം. നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളെല്ലാം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.